Hi friends, wiring diagram പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ ആ സിസ്റ്റത്തിനകത്ത് വരാൻ സാധ്യതയുള്ള കംപ്ലൈന്റുകളെ കുറിച്ചും ആ കംപ്ലൈന്റുകൾ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നും അതുപോലെ തന്നെ എന്താണ് സിംറ്റം അതുപോലെ തന്നെ എന്താണ് പ്രോസസ് ഓഫ് എലിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. നമ്മളൊരു വയറിംഗ് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഏത് സിസ്റ്റം ഡയഗ്നോസ് ചെയ്യുമ്പോഴും രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കംപ്ലൈന്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഉണ്ടാവുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തൊക്കെ സിംറ്റമാണ് ഈ കംപ്ലൈന്റ് കസ്റ്റമർ പറയുന്ന സമയത്ത് എന്തൊക്കെ സിംറ്റംസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതായത് കസ്റ്റമർ ചിലപ്പോൾ ഹോൺ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിലും അതിന്റെ കൂടെ മറ്റേതെങ്കിലും സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ഹോൺ മുഴുവനായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയാണോ അതോ ഒരു ഹോൺ വർക്ക് ചെയ്യാതിരിക്കുകയാണോ അതോ പാർഷ്യലി വർക്ക് ചെയ്യുന്നുണ്ടോ, ആ സൗണ്ട് ഫീബിൾ ആയതാണോ, ഇങ്ങനെ തുടങ്ങിയ സിംറ്റം കളക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോസസ് ഓഫ് എലിമിനേഷൻ. പ്രോസസ് ഓഫ് എലിമിനേഷൻ ഉദ്ദേശിക്കുന്നത് ഈ സിംറ്റം മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാതെ തന്നെ ഒഴിവാക്കാൻ പറ്റും. അതായത് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് സിംറ്റം മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വയറിംഗ് ഡയഗ്രാമിൽ 10, 50, 60 വയറിംഗ് ഉണ്ടെങ്കിൽ ആ വയറുകൾ മുഴുവൻ ചെക്ക് ചെയ്യാതെ അതല്ലെങ്കിൽ അതിനകത്തുള്ള കോമ്പണൻസ് മുഴുവൻ ചെക്ക് ചെയ്യാതെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി നിർത്താനായിട്ട് സാധിക്കും. അതിനാണ് പറയാ പ്രോസസ് ഓഫ് എലിമിനേഷൻ എന്ന്. അപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക്. ഈ വീഡിയോ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ സിസ്റ്റം, ഈ ഹോൺ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറെ കംപ്ലൈന്റുകൾ ഇട്ടതിന് ശേഷം നമുക്കറിയാവുന്ന ചില കംപ്ലൈന്റുകൾ ഇട്ടതിന് ശേഷം നമ്മൾ അതിനെ എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാമെന്നതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഹോൺ സർക്യൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സർക്യൂട്ട് ആണെങ്കിലും വയറിംഗ് ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് അത് ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു ഡയഗ്രം ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹോൺ ഓഫ്. അപ്പൊ ഹോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ആയിരിക്കും പവർ സപ്ലൈ ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. നോക്കാം. ഹോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇത് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള സപ്ലൈ ആണ് ഈ ഫ്യൂസിലേക്ക്. അതായത് ബാറ്ററിയിൽ നിന്ന് എല്ലാ സമയത്തും ഇവിടെ 12 വോൾട്ടേജ് സപ്ലൈ ഉണ്ടായിരിക്കും. ആ 12 വോൾട്ടേജ് നമ്മൾ നേരെ ഇതിലൂടെ വന്ന് ഇത് ഹോൺ റിലേയുടെ പിൻ നമ്പർ 3യിൽ നിന്ന് വന്ന് ഈ സ്വിച്ചിൽ വന്ന് നിൽക്കും. ഇതിന് ഇങ്ങോട്ട് കടക്കാനായിട്ട് സാധിക്കില്ല. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഹോൺ വർക്ക് ചെയ്യും. അപ്പോൾ ഹോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വരെ 12 വോൾട്ട് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 12 വോൾട്ടേജ് ഉണ്ടായിരിക്കും. അതേ കണക്ഷൻ തന്നെ ഈ സർക്യൂട്ട് അനുസരിച്ച് ആ 12 വോൾട്ടേജ് തന്നെ ഈ പിൻ നമ്പർ 1ലൂടെ വന്ന്, ഇതെന്താണ്, റിലേ ആണ്. അപ്പൊ നമുക്കറിയാം റിലേക്ക് ഉള്ളിൽ ഒരു കോയിൽ ഉണ്ടായിരിക്കും, ഒരു വൈൻഡിങ് ഉണ്ടായിരിക്കും. ആ വൈൻഡിങ്ങിലൂടെ കയറി നേരെ താഴെ വന്ന് പിൻ നമ്പർ 2ലൂടെ വന്ന് ക്ലോക്ക് സ്പ്രിങ്ങിലൂടെ കയറി ഹോൺ സ്വിച്ച് വരെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഹോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഏതൊക്കെ പിന്നുകളിൽ സപ്ലൈ ഉണ്ടായിരിക്കുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് ആ 12 വോൾട്ടേജ് സപ്ലൈ ആണ്, പവർ സപ്ലൈ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ റെഡ് കാണിക്കാനുള്ള കാരണം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 12 വോൾട്ടേജ് സപ്ലൈ. അപ്പൊ ഇതാണ് ഒരു ഹോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്. അപ്പൊ നമ്മൾ ഹോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എവിടെയൊക്കെ ചെക്ക് ചെയ്താൽ 12 വോൾട്ടേജ് കിട്ടും, എവിടെയൊക്കെ ചെക്ക് ചെയ്താൽ 12 വോൾട്ടേജ് കിട്ടില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഹോൺ ഓൺ ആവുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ ഹോൺ ഓൺ ആവുക എന്ന് പറഞ്ഞാൽ ഈ ഹോണിനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഹോൺ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ റിലേയുടെ സ്വിച്ച് ഇവിടെ കോണ്ടാക്ട് ആണോ, അത്രേ വേണ്ടൂ. ഈ റിലേ സ്വിച്ച് കോണ്ടാക്ട് ആണോ, എന്ത് വേണം? ഈ കോയിൽ മാഗ്നറ്റ് ആവണം. ഇതൊരു മാഗ്നറ്റിസം വെച്ചിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ കോയിൽ മാഗ്നറ്റ് ആവണമെങ്കിൽ കോയിൽ ഓൾറെഡി എന്ത് 12 വോൾട്ടേജ് സപ്ലൈ ഉണ്ട്. ഇനി എന്ത് വേണം? ഇതിന് ഗ്രൗണ്ട് വേണം. ഗ്രൗണ്ട് എപ്പോഴാണ് കിട്ടുക? നമ്മൾ ഹോൺ സ്വിച്ച് ഇപ്പോൾ 0 എന്ന് പറയുന്ന അവസ്ഥയിലാണ്. 0 എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? ഓഫ് ആണ്. നമ്മൾ സ്റ്റീറിംഗ് വീലിൽ ഈ ഹോൺ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ സ്വിച്ച് ഈ 0യിൽ നിന്ന് 1ലേക്ക് കണക്ട് ആവുകയും അതിന്റെ ഫലമായിട്ട് 12 വോൾട്ടേജ് ഇതിലൂടെ കയറി നേരെ G25 എന്ന് പറയുന്ന ഗ്രൗണ്ടിലൂടെ ഗ്രൗണ്ട് ആവുകയും ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ കോയിൽ ഇത് ലോഡ് ആവുകയും, അതല്ലെങ്കിൽ ഈ കോയിൽ ഓൾറെഡി ഒരു ലോഡാണ്. അപ്പൊ കോയിലിന് ഒരു 12 വോൾട്ടേജ് സപ്ലൈയും കിട്ടി, ഒരു ഗ്രൗണ്ടും കിട്ടിക്കഴിഞ്ഞാൽ കോയിൽ എന്താവും? കോയിൽ മാഗ്നറ്റ് ആവും. കോയിൽ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്വിച്ച് പോയിന്റിനെ ഇവിടെ കണക്ട് ചെയ്യും. സ്വിച്ച് പോയിന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ നേരിട്ടുള്ള 12 വോൾട്ട് സപ്ലൈ ഈ രണ്ട് ഹോണിലേക്കും വരും. ഈ രണ്ട് ഹോണും ഒറ്റ കോമൺ ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഹോണും ഒരേ സമയം വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് നോക്കാം ഹോൺ ഓൺ ആക്കി എന്ത് സംഭവിക്കും. ശ്രദ്ധിക്കുക, ഞാൻ ഓൺ ആക്കാണ്.
ഹോൺ ഓൺ ആവുന്ന സമയത്ത് ഇവിടെ സ്വിച്ച് കോണ്ടാക്ട് ആയി, 12 വോൾട്ടേജ് സപ്ലൈ ഇവിടെ ഗ്രൗണ്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ മാഗ്നറ്റ് ആയി, അതിന്റെ ഫലമായി സ്വിച്ച് കോണ്ടാക്ട് ആയി, ഇതിലൂടെ കയറി ഗ്രൗണ്ട് വന്നു. ഇപ്പൊ നമുക്ക് ഹോൺ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോണിന്റെ സർക്യൂട്ട്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ സർക്യൂട്ട് പവർ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ഈ ഹോൺ വർക്ക് ചെയ്യുക എന്നർത്ഥം. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. എല്ലാ വാഹനങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കണം ഈ സർക്യൂട്ട് എന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ബേസിക് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു നോക്കിയതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ സമയത്തും അറിഞ്ഞിരിക്കേണ്ട കാര്യം, സർക്യൂട്ടിനകത്ത് ഇതുപോലെ ഒരു ഇന്ററാക്റ്റീവ് വയറിംഗ് ഡയഗ്രം നമുക്ക് മാനുവലിൽ പ്രിന്റ് ചെയ്ത് മാനുവലിൽ കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും പുതുതായിട്ട് വരുന്ന വാഹനങ്ങളിൽ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി പ്രകാരം വയറിംഗ് ഡയഗ്രം അല്ലെങ്കിൽ മാനുവലുകളെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ ആവുന്ന സമയത്ത് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വയറിംഗ് ഡയഗ്രം ആയിരിക്കും നമുക്ക് കിട്ടുക. അത് എന്നിരുന്നാലും ഇതുപോലെ ഓഫ് ആക്കാൻ ഓൺ ആക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓൺ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിച്ചാൽ ഈ സിസ്റ്റം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പ്രോബ്ലംസ് ഇട്ട് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഏത് ഡയഗ്രവും അതല്ലെങ്കിൽ ഏത് സിസ്റ്റവും നമ്മൾ കംപ്ലൈന്റ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിംറ്റം ആണ്. എന്ത് സിംറ്റം ആണ് വണ്ടിയിൽ ഈ പ്രോബ്ലം കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കസ്റ്റമർ കംപ്ലൈന്റ് ഹോൺ വർക്ക് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അതിന്റെ കൂടെ മറ്റേതെങ്കിലും സിംറ്റം ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് പനിയുണ്ട്, അതിന്റെ കൂടെ തലവേദനയുണ്ടോ, ജലദോഷമുണ്ടോ, തൊണ്ടവേദനയുണ്ടോ, ബോഡി പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഹോൺ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഹോൺ എല്ലാ സമയത്തും വർക്ക് ചെയ്യാതിരിക്കുകയാണോ, ഇടയ്ക്ക് മാത്രം വർക്ക് ചെയ്യാതിരിക്കുകയാണോ, ഹോണിന്റെ സൗണ്ട് കുറഞ്ഞതാണോ പ്രശ്നം, രണ്ട് ഹോണിൽ ഒരു ഹോൺ വർക്ക് ചെയ്യും മറ്റേ ഹോൺ വർക്ക് ചെയ്യാതിരിക്കുന്നതാണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് നമ്മൾ പറയുക സിംറ്റം മനസ്സിലാക്കുന്നത്. അപ്പൊ ഹോൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഹോൺ അടിച്ചു നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തല്ല വേണ്ടത്, മറ്റേതെങ്കിലും സിസ്റ്റം കൂടി ഇതിന്റെ കൂടെ വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടോ, അതുപോലെ ഹോണിന് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ, വളരെ ഫീബിൾ ആയിട്ടെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ, അതോ ഒട്ടും വർക്ക് ചെയ്യുന്നില്ലേ. അപ്പൊ ഇത്തരം സിംറ്റംസ് കളക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രോസസ് ഓഫ് എലിമിനേഷൻ. പ്രോസസ് ഓഫ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ സിംറ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഒരു ചെക്കും കൂടാതെ തന്നെ ഒഴിവാക്കാൻ പറ്റും. അതായത് ഇതിനകത്ത് ഇപ്പൊ 3, 4, 5, 6 കോമ്പണൻസ് ഉണ്ട്, 5, 6 വയറുകൾ ഉണ്ട്. ഇതിൽ നിന്ന് ഏതൊക്കെ വയറുകൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ കോമ്പണന്റ് ചെക്ക് ചെയ്യണം, ഏതൊക്കെ ചെക്ക് ചെയ്യാതെ വിടാം എന്നത് നമ്മൾക്ക് ആ സിംറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ പറയുക പ്രോസസ് ഓഫ് എലിമിനേഷൻ. അതായത് കുറച്ച് കാര്യങ്ങളെ നമ്മൾ ചെക്ക് ചെയ്യാതെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കിയ സിംറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കി കളയാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയഗ്നോസിനെ വളരെ എളുപ്പത്തിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ ഫീബിൾ ആണ്, അതായത് സൗണ്ട് വളരെ കുറവാണ്. അപ്പൊ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ഹോൺ റിലേ അതല്ലെങ്കിൽ ഹോൺ സ്വിച്ച്, ഈ ഹോൺ റിലേയുടെ ഭാഗങ്ങളും ഈ ഹോൺ സ്വിച്ച് തുടങ്ങിയ ഭാഗങ്ങളും ഇതിന്റെ ഗ്രൗണ്ടും എല്ലാം കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട്, ഫ്യൂസും ഓക്കെയാണ്. പക്ഷെ ഹോൺ ഫീബിൾ ആവാൻ എന്തൊക്കെ കാരണം കൊണ്ടുവരാം? ഒന്ന് ഹോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട് വരാം, അതല്ലെങ്കിൽ ഇതിനകത്തേക്ക് പ്രോപ്പർ ആയിട്ട് 12 വോൾട്ടേജ് സപ്ലൈ വരുന്നില്ല. അപ്പൊ 12 വോൾട്ടേജിനേക്കാളും താഴെയാണ് സപ്ലൈ വരുന്നതെങ്കിൽ ഈ പ്രോബ്ലം വരാം. ഗ്രൗണ്ട് പ്രോബ്ലം കൊണ്ടോ, ഈ വയറിങ്ങിനകത്ത് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടോ, ഈ ഹോൺ റിലേക്കകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഫ്യൂസിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടോ ഒക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ബാറ്ററി വോൾട്ടേജ് കുറവായതുകൊണ്ടൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പൊ നമ്മൾക്ക് എന്താ അറിഞ്ഞിരിക്കണം, നമ്മുടെ സിംറ്റം എന്താണ്? ഹോൺ വളരെ ഫീബിൾ ആണ്. ഓക്കെ, ഹോൺ ഫീബിൾ ആണ്, അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അവിടേക്ക് സപ്ലൈ വരുന്നുണ്ട്. ഇനി ആ സപ്ലൈ കൃത്യമായി 12 വോൾട്ടേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും എളുപ്പം ഒരു സർക്യൂട്ട് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ഒരു പ്രത്യേകമായിട്ട് റൂളൊന്നുമില്ല. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളുടെ ഐഡിയ പ്രകാരം ഡയഗ്നോസ് ചെയ്യാം. സാധാരണഗതിയിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക്, അതായത് സർക്യൂട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് സർക്യൂട്ടിന്റെ ബാക്കിലേക്ക് ചെക്ക് ചെയ്യാം. അതായത് ഫ്രണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്യൂസിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് കോമ്പണന്റ് വരെ ചെക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ലാസ്റ്റ് കോമ്പണന്റ് മുതൽ പിറകിലേക്ക് ചെക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കോമ്പണന്റിൽ നിന്ന് പിറകിലേക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പിറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാനിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹോൺ അടിച്ചു പിടിച്ച് 12 വോൾട്ടേജ് സപ്ലൈ, ഈ വയറിൽ 12 വോൾട്ടേജ് സപ്ലൈ വരുന്നുണ്ട്, അതിനർത്ഥം ഇതെല്ലാം ഓക്കെ ആയെന്നാണ്. ഇതിനെക്കുറിച്ച് ഒന്നും പിന്നെ ഞാൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെയാണ് പറയാ പ്രോസസ് ഓഫ് എലിമിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 12 വോൾട്ടേജ് വരുന്നില്ലെങ്കിൽ മാത്രം ഞാൻ പിറകിലേക്ക് പോയാൽ മതി. അതേസമയം നമ്മൾ ഫ്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ, ഞാൻ ഫ്യൂസ് ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ റിലേ ഒന്ന് ചെക്ക് ചെയ്യണം, സ്വിച്ചിൽ ഒന്ന് ചെക്ക് ചെയ്യണം, അങ്ങനെ ഓരോരോ കോമ്പണന്റും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളുടെ ഐഡിയ ആണ്, എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സ്വന്തം ഐഡിയ ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യാറ്, നമ്മളെപ്പോഴും പിറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുക, ഹോൺ എളുപ്പമാണെങ്കിൽ, അതായത് ഇതിനകത്ത് ഏത് കോമ്പണന്റ് ആണ് എനിക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും ചെക്ക് ചെയ്യാനും പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഐഡിയ. ഹോൺ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫെൻഡറിന്റെ ഇടയിൽ ഫെൻഡർ ലൈനറൊക്കെ അഴിച്ചിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ പോയി ചെക്ക് ചെയ്യില്ല. അതിലും എളുപ്പം വേറെ മറ്റേതെങ്കിലും ഭാഗത്ത് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കണമെങ്കിൽ, ഇതൊക്കെ തീരുമാനിക്കണമെങ്കിൽ എന്ത്, നമുക്കൊരു വയറിംഗ് ഡയഗ്രം കൃത്യമായിട്ട് മനസ്സിലാകണം. അപ്പൊ വയറിംഗ് ഡയഗ്രം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് കണക്ടറിൽ ചെക്ക് ചെയ്യാം, ആ കണക്ടറിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇപ്പം ഇവിടെ 12 വോൾട്ടേജ് ഹോൺ എളുപ്പമാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് പ്രോബ് ഇവിടെയും നെഗറ്റീവ് പ്രോബ് ഇവിടെയും ചെക്ക് കണ്ടതിന് ശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഹോൺ ഒരാളെ കൊണ്ട് പ്രസ് ചെയ്യണം. ഒരാളെ കൊണ്ട് ഹോൺ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 12 വോൾട്ടേജ് സപ്ലൈ വരുന്നത് നോക്കുക. 12 വോൾട്ടേജ് സപ്ലൈ ഇവിടെ കൃത്യമായി 12 വോൾട്ടേജ് അല്ല ബാറ്ററി വോൾട്ടേജ്, അതായത് ബാറ്ററിക്ക് എത്ര വോൾട്ടേജ് ഉണ്ടോ അതേ വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ സർക്യൂട്ടിലെല്ലാം ഓക്കെയാണ്. പിന്നെ പ്രോബ്ലം എവിടെയാണ്, ഈ ഹോണിലാണ് പ്രോബ്ലം. അത് രണ്ട് ഹോണിലും ചെക്ക് ചെയ്യണം. ഇനി ഇവിടെ 12 വോൾട്ടേജ് വരുന്നില്ല, വളരെ കുറഞ്ഞ വോൾട്ടേജ് വരുന്നു. ഇപ്പോൾ 10 വോൾട്ടേജ് വരുന്നുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററി വോൾട്ടേജ് 10 വോൾട്ടേജിനാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ബാറ്ററി വോൾട്ടേജ് 12.6 വോൾട്ടേജ്, പക്ഷെ ഇവിടെ 10 വോൾട്ടേജ് വരുന്നുള്ളൂ. അതിനർത്ഥം എന്താണ്, ഇവിടെ പ്രോപ്പർ ആയിട്ട് സപ്ലൈ ഇല്ലാതിനകത്ത് എവിടെയെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി ഓരോ ഭാഗത്തും ഈ 12 വോൾട്ടേജ് ബാറ്ററി മൾട്ടിമീറ്ററിന്റെ പ്രോബ് ഇവിടെ വെച്ചു. ഗ്രൗണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ ഗ്രൗണ്ടിൽ ഇവിടെ കൊടുക്കുന്നതിന് പകരം നേരിട്ട് ബോഡിയിൽ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ബാറ്ററി ഗ്രൗണ്ടിലോ കൊടുക്കുക. അപ്പൊ 12 വോൾട്ടേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഈ ഗ്രൗണ്ട് സൈഡിലാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാം. ഇനി അപ്പോഴും സെയിം വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ലൈനിലാണ് പ്രോബ്ലം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഈ സപ്ലൈയിലാണ് പ്രോബ്ലം. അപ്പൊ ഇവിടെ 12 വോൾട്ട് വരുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ പിറകിലേക്ക് പോയിട്ട് നമ്മൾ ഈ ലൈനിൽ, അതായത് ഈ ഹോൺ റിലേയുടെ ഔട്ട്പുട്ടിൽ പോയി ചെക്ക് ചെയ്യുക, ഇവിടെ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 12 വോൾട്ടേജ് ഉണ്ട്, പക്ഷെ ഇവിടെ 10 വോൾട്ടേജ് ഉള്ളൂ. അതിനർത്ഥം എന്താണ്, ഈ വയറിനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്തോ അല്ല, അവിടെ റെസിസ്റ്റൻസ് ഉണ്ട് എന്നർത്ഥം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ എന്ത് ചെക്ക് ചെയ്യാം, റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. സാധാരണ ഒരു നല്ല വയറിന്റെ റെസിസ്റ്റൻസ് എപ്പോഴും ലെസ് ദാൻ 1 ഓം ആണ്, 1 ഓമിന് താഴെ ആയിരിക്കും. അപ്പൊ 1 ഓമിനേക്കാളും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതിനർത്ഥം ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ വയർ ചിലപ്പോൾ ഒരു പക്ഷെ കട്ടായിട്ടുണ്ടായിരിക്കാം, പാർഷ്യലി ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കാം, കൊറോഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ലൂസ് കണക്ഷൻ ഉണ്ടായിരിക്കാം. അതെന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഒരു പ്രോബ്ലത്തെ ഡയഗ്നോസ് ചെയ്യാം. ഇനി ഹോൺ ഒട്ടും വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹോൺ ഒട്ടും വർക്ക് ചെയ്യാനില്ലെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ട് ആദ്യം വരാം, ഈ ഫ്യൂസ് പോയാൽ വരാം, ഈ റിലേ പോയാൽ വരാം, ഈ ഹോൺ സ്വിച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ വരാം, ഈ ക്ലോക്ക് സ്പ്രിങ് ഓപ്പൺ ആയാൽ വരാം, ഈ ഗ്രൗണ്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാം, ഈ ഗ്രൗണ്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാം, ഈ വയറുകൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാം. അപ്പം ഇത് ഏത് കാരണം കൊണ്ടും വരാം. അപ്പൊ ഇത് ഏതാണ് കാരണമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റം മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഈ ക്ലോക്ക് സ്പ്രിംഗ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ക്ലോക്ക് സ്പ്രിംഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സംഭവിക്കും, നമുക്കറിയാം എയർ ബാഗിന്റെ വാണിംഗ് ലൈറ്റ് കത്തും. അപ്പൊ എയർ ബാഗിന്റെ വാണിംഗ് ലൈറ്റും കത്തി കെടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്ലോക്ക് സ്പ്രിംഗ് പ്രശ്നം ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അത് ചെക്ക് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട്. ആദ്യം നമുക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ക്ലോക്ക് സ്പ്രിംഗിന്റെ അല്ലെങ്കിൽ എയർ ബാഗിന്റെ വാണിംഗ് ലൈറ്റും കത്തി കെടുക്കണമെന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്താണ്, ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ് എന്താണോ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള കോമ്പണന്റ് എന്താണോ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും എളുപ്പം ഒരുപക്ഷെ ഫ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേ ആയിരിക്കാം. നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം, ഒരു ആളെ കൊണ്ട് മറ്റൊരു ടെക്നീഷ്യനെ കൊണ്ട് ഹോൺ ഒന്ന് പ്രസ് പിടിച്ചതിന് ഈ റിലേയുടെ മുകളിൽ കൈ വെച്ച് നോക്കാം. ഈ റിലേയുടെ മുകളിൽ കൈ വെക്കുന്ന സമയത്ത് ടക് ടക് ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ, അതായത് സ്വിച്ച് ഓൺ ആവുകയും ഓഫ് ആവുകയും വരുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, എന്ത്, റിലേ ഓക്കെ ആണെന്നല്ല മനസ്സിലാക്കേണ്ടത്. പകരം നമുക്ക് ഈ സപ്ലൈ ഇങ്ങനെ 12 വോൾട്ട് ഇതിലൂടെ വന്ന് ഇതിലൂടെ കയറി ഈ വൈൻഡിങ്ങിലൂടെ കയറി ക്ലോക്ക് സ്പ്രിങ്ങിലൂടെ കയറി സ്വിച്ചിലൂടെ വന്ന് സ്വിച്ച് അമർത്തി പിടിച്ചത് കൊണ്ട് ഗ്രൗണ്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സ്വിച്ച് ഓൺ ആവുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഫ്യൂസ് ഓക്കെയാണ്,
ഈ സർക്യൂട്ട് ഓക്കെയാണ്. റിലേയുടെ വൈൻഡിങ് പോയിന്റ് ഓക്കെയാണ്. റിലേ ഫുള്ളായിട്ട് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. റിലേയുടെ വൈൻഡിങ് പോയിന്റ് ഓക്കെയാണ്. അതുപോലെ തന്നെ ക്ലോക്ക് സ്പ്രിംഗ് ഓക്കെയാണ്. ഹോൺ സ്വിച്ച് ഓക്കെയാണ്. അതുപോലെ ഇതിൻ്റെയൊക്കെ ആവശ്യമായ ഗ്രൗണ്ടും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത്തരം ഭാഗങ്ങൾ ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? മൾട്ടിമീറ്റർ ഉപയോഗിച്ചോ? ഇല്ല. വെറുതെ ഞാൻ ആ കൈയൊന്ന് വെച്ച് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത്രയും ഭാഗങ്ങൾ ഒരു ടെസ്റ്റും ചെയ്യാതെ തന്നെ ഓക്കെ ആണെന്ന് മനസ്സിലായി. ഇതിനാണ് നമ്മൾ പറയാ പ്രോസസ് ഓഫ് എലിമിനേഷൻ. ഇനി നമുക്ക് ഇതൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഫ്യൂസ് ചെക്ക് ചെയ്യണോ? വേണ്ട. ഈ സർക്യൂട്ടുകൾ ചെക്ക് ചെയ്യണോ? വേണ്ട. റിലേയുടെ വൈൻഡിങ് പോയിന്റ് ചെക്ക് ചെയ്യണ്ട. അതുപോലെ ക്ലോക്ക് സ്പ്രിങ്, ഹോൺ സ്വിച്ച്, ഗ്രൗണ്ട് ഒന്നും ചെക്ക് ചെയ്യണ്ട. അപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനാണ് പറയാ പ്രോസസ് ഓഫ് എലിമിനേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹോൺ അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹോൺ റിലേയുടെ ഔട്ട്പുട്ട് പിൻ നമ്പർ 5ൽ 12 വോൾട്ട് സപ്ലൈ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ പിൻ നമ്പർ 5ൽ 12 വോൾട്ടേജ് സപ്ലൈ വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിൻ നമ്പർ 3ൽ സപ്ലൈ ഉണ്ടോ നോക്കാം. പിൻ നമ്പർ 3ൽ സപ്ലൈ ഉണ്ടായിരിക്കും. കാരണം എന്താണ്? ഇപ്പൊ ഈ ഡയഗ്രാം അനുസരിച്ച് ഈ പിൻ നമ്പർ 3ൽ നിന്ന് തന്നെയാണ് സപ്ലൈ ഇവിടേക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഈ പിൻ നമ്പർ 3ലും സപ്ലൈ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ. എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. പിൻ നമ്പർ 3ൽ സപ്ലൈ ഉണ്ട്, പക്ഷെ പിൻ നമ്പർ 5ൽ സപ്ലൈ ഇല്ല. ഹോൺ ഓൺ ആക്കി പിടിച്ചിട്ടുണ്ട്. ഇവിടെ വൈൻഡിങ് മാഗ്നറ്റ് ആയി സ്വിച്ച് ഓൺ ആവുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ 5ലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്? റിലേയുടെ സ്വിച്ചിങ് പോയിന്റിലാണ് പ്രോബ്ലം. ഈ റിലേ മാറിക്കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റ് മാറും. ഇനി ഇവിടെയും 12 വോൾട്ടേജ് വന്ന് ഈ സ്വിച്ച് ഓൺ ആയി ഇവിടെ 12 വോൾട്ടേജ് വന്നു, പക്ഷെ ഇപ്പോഴും ഹോൺ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? റിലേ എല്ലാം ഓക്കെയാണ്. ഇനി പ്രോബ്ലം എവിടെയാണ്? ഈ ഹോണിലാണ്. പക്ഷെ സാധാരണഗതിയിൽ രണ്ട് ഹോണും ഒരേ സമയം കംപ്ലൈന്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്താണ്? ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള എന്താണ്? ഗ്രൗണ്ട് ആണ്. അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഗ്രൗണ്ട് ആദ്യം ചെക്ക് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻസ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഹോണിൽ വന്നതിന് ശേഷം ഈ കണക്ടർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരു മൾട്ടിമീറ്റർ പോസിറ്റീവ് പ്രോബ് 1ലും നെഗറ്റീവ് പ്രോബ് 2ലും കണക്ട് ചെയ്തതിനു ശേഷം ഹോൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഹോൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ 12 വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിന് 12 വോൾട്ടേജ് സപ്ലൈ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഓക്കെയാണ്. ഹോൺ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ പ്രോബ്ലം ഹോണിലാണ്. സെയിം ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താണോ പ്രോബ്ലം, ഏതാണോ സിംറ്റം, ആ സിംറ്റത്തെ ഈ വയർ ഡയഗ്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാം. ഈ സംഭവം വർക്ക് ചെയ്യാത്തത് ഈ സിംറ്റം ഉണ്ട്, അല്ലെങ്കിൽ ഈ സംഭവം വർക്ക് ചെയ്യാത്തത് ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതില്ല, എന്തിന്റെ അടിസ്ഥാനത്തിൽ? എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയ സിംറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ പറയാ പ്രോസസ് ഓഫ് എലിമിനേഷൻ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ കളക്ടിങ് സിംറ്റം അതുപോലെ തന്നെ പ്രോസസ് ഓഫ് എലിമിനേഷൻ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു രണ്ട് ഭാഗങ്ങളാണ് ഒരു വയറിംഗ് ഡയഗ്രാം മനസ്സിലാക്കുന്നതിലും വയറിംഗ് ഡയഗ്രാം ഉപയോഗിച്ച് ഡയഗ്നോസ് ചെയ്യുന്നതിലും. അപ്പൊ ഈ വീഡിയോയിൽ നിന്ന് ഇത്രയും ഭാഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഉപയോഗിക്കാനും ആ ഡയഗ്രാം എങ്ങനെയാണ് അല്ലെങ്കിൽ ആ കോമ്പോണന്റൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാനും അതിനകത്തേക്ക് പലതരം പ്രോബ്ലംസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടതെന്നും മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.